പ്രവാസിക്ക് എന്തുണ്ട്? നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇടത് സഹയാത്രികൻ വാഹിദ് നാട്ടിക, കോൺഗ്രസ് പ്രതിനിധി മുഹമ്മദ് ജാബിർ, സാമൂഹ്യ പ്രവർത്തകൻ റൌഫ് കൊണ്ടോട്ടി. 3 പേർക്കും സ്വാഗതം. ശ്രീ റൌഫ് കൊണ്ടോട്ടി, പ്രവാസി ക്ഷേമത്തിനായി ഒന്നുമില്ലാത്തത് എത്രത്തോളം നിരാശയുണ്ടാക്കുന്നുണ്ട്? എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്, പ്രവാസികൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണം എന്നുള്ളതല്ല ബജറ്റില്. അതായത് അതൊരു ചെലവായിട്ടല്ല കണക്കാക്കേണ്ടത്, പകരം അത് ആദായദായകമായിട്ടുള്ള കാര്യമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. കാരണം നമുക്കറിയാം, നമ്മുടെ നാട്ടിന്റെ റെമിറ്റൻസ് എക്കോണമി എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ എക്കോണമി. അതിലേക്ക് നമ്മൾ എത്രത്തോളം കൊടുക്കുന്നുണ്ട് എന്നുള്ളത്, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ പ്രവാസി ക്ഷേമവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബജറ്റുകളിലെല്ലാം നമ്മുടെ വിഹിതങ്ങൾ മാറ്റിവെക്കേണ്ടത് എന്നാണ്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നിലവിലുള്ള ഇപ്പൊ പ്രവാസി ക്ഷേമനിധിക്ക് കഴിഞ്ഞ വർഷം 15 കോടി രൂപയായിരുന്നു അനുവദിച്ചിരുന്നത്. അത് ഇപ്രാവശ്യം 12 കോടി രൂപയായി കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നിലവിൽ 10 ലക്ഷത്തോളം ആളുകൾ പ്രവാസി ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടും 50,000-ഓളം ആളുകൾ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. 2024-25 വർഷത്തിൽ നമ്മൾ കണക്കാക്കുന്നത് ഈ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ എണ്ണം ഗണ്യമായ വർധനവുണ്ടാവുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതോടൊപ്പം കഴിഞ്ഞ വർഷം സർക്കാർ ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യമായിരുന്നു, പ്രവാസി ക്ഷേമനിധിയിലെ അംഗങ്ങളായിട്ടുള്ള സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് വീട് ലോൺ എടുക്കുന്ന ആളുകൾക്ക് 1 ലക്ഷം രൂപ വരെ അവരുടെ പലിശ സബ്സിഡി കൊടുക്കുന്ന ഒരു പദ്ധതി കൂടെ തുടങ്ങിയിട്ടുണ്ട്. അതിനും കൂടെ ഉള്ള ഫണ്ട് നമ്മൾ കണ്ടെത്തേണ്ടത്, 2009 മുതൽ ഈ പദ്ധതി തുടങ്ങിയ ആ കാലം മുതൽ ഉണ്ടായിരുന്ന പല ആനുകൂല്യങ്ങളിലും ഒരു വർധനവും ഇതുവരെ വരുത്തിയിട്ടില്ല എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു നിലയിൽ നമുക്ക് നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ആളുകൾക്ക് കൃത്യമായൊരു വിഹിതം കഴിഞ്ഞ വർഷത്തെ പോലും കൊണ്ടുവരാൻ സാധിക്കാത്തത് സാമ്പത്തിക പരാധീനതക്കിടയിലും ഈ ഒരു കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധ പുലർത്താൻ മാറ്റാൻ പറ്റുമോ? അല്ല, ആ പേരിൽ ഒരിക്കലും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രവാസികൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണം എന്ന് പറയുന്നത് വരുമാനദായകമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ മുമ്പൊക്കെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നല്ല രൂപത്തിലുള്ള റിക്രൂട്ട്മെന്റുകൾ നോർക്ക് വഴിയും വടേപ്പക്ക് വഴിയും ഒക്കെ നടത്തുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ബജറ്റിൽ ഇതിനു വേണ്ടി അവരുടെ വിദേശ ഭാഷകൾ പഠിക്കുന്നത് അടക്കമുള്ള കാര്യത്തിന് വേണ്ടി 3 കോടി രൂപ മാറ്റിവെച്ചെടുത്ത് ഇപ്പൊ ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് നടക്കുന്ന ഈ സമയത്ത് അതിനുവേണ്ടി 1 രൂപ പോലും മാറ്റിവെച്ചിട്ടില്ല എന്നുള്ളതും, അതുപോലെ തന്നെ മരണപ്പെട്ട് നമ്മുടെ നാട്ടിലെത്തിയ ആളുകൾക്ക് എമർജൻസി ആംബുലൻസ് സർവീസിന് വേണ്ടി 86 ലക്ഷം രൂപ മാറ്റിവെച്ചെടുത്ത് ഇപ്പോൾ ഒന്നും മാറ്റിവെക്കാത്തതുമെല്ലാം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു അനിശ്ചിതാവസ്ഥ തുടരുന്നു. NDPREM-ലേക്കൊക്കെ വരാം. ശ്രീ വാഹിദ്, വലിയ പ്രതീക്ഷ നമുക്ക് ഉണ്ടായിരുന്ന ബജറ്റ്, കേന്ദ്ര ബജറ്റിൽ നമുക്ക് ഒന്നും ലഭ്യമായില്ല. പക്ഷേ സംസ്ഥാന ബജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു പ്രവാസികളെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്ര അവഗണന? നോക്കൂ, കഴിഞ്ഞ വർഷത്തെക്കാൾ 57,000 കോടി രൂപയുടെ കേന്ദ്രവിഹിത വ്യത്യാസമാണ് കേരളത്തിനോട് കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ള വസ്തുതയെ അഭിമുഖീകരിക്കുന്നതിൽ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളിൽ പലരും, അതുപോലെ തന്നെ കേരളത്തിലെ മാധ്യമങ്ങളും താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടാണല്ലോ ഇത്തരത്തിലുള്ള അവഗണനയുടെ കാര്യങ്ങളൊക്കെ നാട്ടുകാർ അറിയുന്നത്. അല്ല, ഞാൻ പറഞ്ഞു വരുന്ന GST നടപ്പിലാക്കുന്നതോടുകൂടി കേരളം പോലുള്ള സംസ്ഥാനത്തിന്, പ്രത്യേകിച്ച് കേരളം ഉപഭോക്തൃ സംസ്ഥാനമാണ്, GST വന്നതോടുകൂടി, കാരണം നമ്മുടെ വിൽപ്പന നികുതി വഴി നമുക്ക് കിട്ടിയിരുന്ന വരുമാനം, ആ വരുമാന സ്രോതസ് ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് GST വന്നത്. അപ്പൊ ശരിക്കും നമുക്ക് 12,000 കോടി പ്രതിവർഷം അതിന്റെ കോമ്പൻസേഷൻ ലഭിക്കേണ്ടതാണ്. അതുൾപ്പെടെ 57,000 കോടിയുടെ വ്യത്യാസമാണ് കേന്ദ്രം കേരളത്തിന് നൽകിയിരിക്കുന്നത്. ഇത് അത് മാത്രമല്ല, കേരളത്തിന്റെ കടമെടുപ്പ് ഇപ്പൊ ഉദാഹരണത്തിന് ദേശീയപാത അതോറിറ്റി കടമെടുക്കുന്നുണ്ട്. ദേശീയപാത അതോറിറ്റി കടമെടുക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗമാണ് ദേശീയപാത അതോറിറ്റി. പക്ഷെ ആ കടമെടുപ്പ് കേന്ദ്ര സർക്കാരിന്റെ കടമെടുപ്പായിട്ട് കാണുന്നില്ല. എന്ന് മാത്രമല്ല, ഇപ്പോ കേരളത്തിന്റെ കടമെടുപ്പ് കൂടുതലാണെന്നുള്ള ഒരു വ്യാജ പ്രചരണം നടത്തുകയാണ്. സത്യത്തിൽ കേന്ദ്ര സർക്കാർ
ഇക്കഴിഞ്ഞ അതായത് കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യക്കുണ്ടായിരുന്ന കടത്തിന്റെ 4 ഇരട്ടിയായി ശ്രീ വാഹിദ്, ഇതൊക്കെ കാരണങ്ങളാണ് ഇപ്പൊ എത്രത്തോളം അവഗണനയുണ്ട് എന്നുള്ളത് കണക്ക് നിരത്തിക്കൊണ്ട് പറയാവുന്നതേ ഉള്ളൂ. പക്ഷേ പ്രവാസികളോട് എന്തുകൊണ്ട് എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം. കാരണം അപ്പോ സ്വാഭാവികമായിട്ടും എല്ലാ പദ്ധതി വിഹിതങ്ങളിലും അതായത് ഒരു വലിയ വരുമാന വ്യത്യാസം വരുമ്പോ, ചെറുതല്ല വലിയ വരുമാന വ്യത്യാസം വന്ന് കേരളത്തെ ഞെക്കിക്കൊല്ലാൻ നിൽക്കുമ്പോ എല്ലാ വിഭാഗങ്ങളിലും ഈ വ്യതിയാനം വരുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. താരതമ്യേന പ്രവാസികളുടെ ഫണ്ട് വിഹിതത്തിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ കാലാനുസൃതമായ വർധനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് ബോധ്യപ്പെടേണ്ടതുണ്ട്. കേരളം എന്ന സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നത്തെ അത് കാണുന്നതിൽ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ 18ഓളം UDF MP-മാരുണ്ട്. ഇത്രയേറെ നിരുത്തരവാദിത്തപരമായ ഒരു MP-മാർ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഒരു പാർലമെന്റ് നടത്താൻ സമ്മതിക്കാൻ പാടില്ലായിരുന്നു. അത്രയേറെ തീവ്രമായി ഇത്രയേറെ ഒരു സംസ്ഥാനത്തിനോട് നിങ്ങൾ ബാക്കി കേരളത്തിൽ ജനത നിങ്ങളെ തെരഞ്ഞെടുത്തില്ല, ഭരിക്കാൻ തെരഞ്ഞെടുത്തില്ല എന്നുള്ളതിന്റെ പേരിൽ കേരളത്തിലെ RSSന്റെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് കോൺഗ്രസ്സുകാരും കൂടി കേരളത്തെ അങ്ങോട്ട് ഞെക്കി കൊല്ലണമെന്നാണോ? അതാണോ അതിന്റെ ശരി? ശ്രീ ജാബിർ, ഇവിടെ ഈ അവഗണന എന്നുള്ള വാക്കിനപ്പുറത്തേക്ക് പറ്റിക്കുക എന്ന് പറഞ്ഞാൽ പ്രവാസികൾക്ക് ഉണ്ടായിരുന്ന പദ്ധതികളിൽ 2 മാറ്റമില്ല, വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ സംസ്ഥാന ബജറ്റ് അക്ഷരാർത്ഥത്തിൽ പ്രവാസിയെ പറ്റിച്ചോ? എനിക്ക് വാസ്തവത്തില് ഇടത് സഹയാത്രികന്റെ ആ ഒരു ജൽപ്പനം കേൾക്കുമ്പോൾ വലിയ സങ്കടവും നിരാശയൊക്കെ തോന്നുക. കാരണം ബഡ്ജറ്റിൽ പ്രവാസികൾക്കൊന്നും ഇല്ല എന്ന് പറയാൻ മടിച്ചിട്ട് അദ്ദേഹം അത് മുഴുവൻ അങ്ങ് കേന്ദ്രത്തിന്റെ തലയിൽ ഇട്ട് അങ്ങ് തടിയൂരാനുള്ള ശ്രമം നടത്തുക. ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പില് കഴിഞ്ഞ വർഷത്തെ ഒരു ബഡ്ജറ്റ് ഉണ്ട്. ആ ബഡ്ജറ്റിലെ ചില പ്രഖ്യാപനങ്ങളിലൂടെ നമ്മൾക്കൊന്ന് പോകേണ്ടതുണ്ട്. കാരണം അതിൽ ഏതൊക്കെ നടപ്പിലാക്കി എന്നുള്ളതാണ് ആദ്യമായിട്ടൊന്ന് അറിയേണ്ടത്. അതായത് കഴിഞ്ഞ ബഡ്ജറ്റിൽ 54ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട്, കേരളത്തിലെ പ്രവാസി സമൂഹം പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലുള്ള കേരളത്തിൽ തിരിച്ചും യാത്ര ചെയ്യേണ്ടി വരുന്നവർ അനുഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു ചാർട്ടർ വിമാനം പിന്നെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ചെലവിലേക്കായിട്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ വകയിരുത്തിയ ഏകദേശം 15 കോടി രൂപ, ആ 15 കോടി രൂപ എവിടെ പോയി എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നൊരു കാര്യം പറയുന്നത്, വിദേശത്ത് നിന്ന് മടങ്ങിയെത്തുന്ന തൊഴിലാളികൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന നോർക്ക അസിസ്റ്റന്റ് ആൻഡ് മൊബൈലൈസ്ഡ് എംപ്ലോയ്മെന്റ് നെയിം എന്ന പദ്ധതി മുഖേന ഓരോ പ്രവാസി തൊഴിലാളികളും പരമാവധി 100 തൊഴിൽ ദിനങ്ങൾ നൽകുമെന്ന് കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഈ 100 തൊഴിൽ ദിനം പോയിട്ട് അതിൽ ഒരു തൊഴിൽ ദിനമെങ്കിലും കൊടുത്തോ എന്നുള്ളത് ആദ്യം നമ്മുടെ ഇടത് സഹയാത്രികൻ പറയണം. അതുപോലെ പിന്നൊന്ന് പറയാണ്, മടങ്ങിയെത്തുന്ന പ്രവാസികളെ പുനരധിവസിപ്പിക്കുന്നതിനും അവർക്കുള്ള നിലനിൽപ്പിന് ആവശ്യമായ പുതിയ നൈപുണ്യ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് സർക്കാർ 84.6 കോടി രൂപ. ഇങ്ങനെയുള്ള ഒരുപാട് വാഗ്ദാനങ്ങൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ നൽകിയതിൽ ഏതൊക്കെ വാഗ്ദാനങ്ങൾ പ്രവാസികൾക്ക് അനുഭവവേദ്യമായി എന്നുള്ളതാണ് ആദ്യം. എന്നിട്ട് വേണമല്ലോ നമ്മൾ ഈ പുതിയൊരു ബഡ്ജറ്റിനെ കുറിച്ച്, അതല്ലെങ്കിൽ ഈ ഒരു വലിയ വായിലുള്ള സംസാരത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നത് വെച്ചാൽ, മടങ്ങി വരുന്ന പ്രവാസികൾ ക്ഷേമത്തിനായി 50 കോടി രൂപ വകയിരുത്തും. കുറഞ്ഞ വരുമാനമുള്ള പ്രവാസികൾക്ക് 2 ലക്ഷം രൂപ വരെയുള്ള പലിശരഹിത വായ്പ. അതുപോലെ ആംബുലൻസിന്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചു. ഈ കാര്യങ്ങളിലൊക്കെ ഈ കഴിഞ്ഞ സർക്കാർ ഈ ഒരു വർഷം എന്ത് നടപടിയെടുത്തു എന്നുള്ള കാര്യം ചർച്ച ചെയ്തിട്ട് വേണ്ടേ പുതിയ ബഡ്ജറ്റിനെ കുറിച്ച് നമ്മൾ പറയാം. പുതിയ ബഡ്ജറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാം, കെടുകാര്യസ്ഥത മൂലം, ധനകാര്യ കെടുകാര്യസ്ഥത മൂലം ഒരു കാര്യവും നടത്താൻ സാധിക്കാതെ, ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ സാധിക്കാതെ ഈ സർക്കാർ നട്ടം തിരിയുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ പ്രവാസികളുടെ കാര്യമെന്നല്ല, കേരളത്തിലെ പ്രജകളുടെ കാര്യം ശ്രദ്ധിക്കാനൊന്നും ബാലഗോപാലിനോ ഇടതു സർക്കാരിനോ സാധിക്കാത്തൊരു സാഹചര്യം കൂടെയുണ്ട്. ആകെ കേന്ദ്ര സർക്കാരിന്റെ ചുമലിൽ തലയിലെല്ലാം കെട്ടിവെച്ചുകൊണ്ട്, എന്നാൽ കേന്ദ്രത്തിന് പറയാതിരിക്കാൻ പറ്റില്ല, ഇത്ര പിരിമുറുക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് പോലും കേന്ദ്രത്തിന്. പക്ഷെ ആണ് എങ്കിൽ പോലും കഴിഞ്ഞൊരു ചർച്ചയിൽ പറഞ്ഞതുപോലെ കേരള സർക്കാർ, ഇപ്പൊ കേരളത്തിലെ 18 MP-മാരെ കുറിച്ച് പറഞ്ഞു, കേരള സർക്കാർ ക്രിയാത്മകമായിട്ടുള്ള എന്ത് സമരമാണ് ഇതിനെതിരായിട്ട് കൊണ്ട് VS അച്യുതാനന്ദൻ പാർലമെന്റ് മന്ദിരത്തിൽ പോയി കുത്തിയിരുന്നിട്ടുണ്ട്. ശ്രീ പിണറായി വിജയൻ ഈ കേന്ദ്ര വിഹിതം വെട്ടിക്കുറച്ചതിനെതിരെ, കേന്ദ്ര അവഗണനക്കെതിരെ ഈ സർക്കാർ പ്രത്യക്ഷത്തിൽ ചെയ്ത ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു സമരം നിങ്ങളൊന്ന് കാണിച്ചു. കാരണം അല്ലല്ല, അങ്ങനെ ജന്തർ മന്ദിറിൽ ഉണ്ട് എന്ന് പറയാൻ തുടങ്ങിയിട്ട്, കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേയായി. സമരം പോയി പൊതുയോഗമാക്കി മാറ്റിയിട്ടുണ്ട്. കാരണം സമരം ചെയ്താൽ ED വീട്ടിലെത്തുമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാന്നേ. അത് വേറൊരു വിഷയമാണ്.
കാരണം കേന്ദ്രത്തിനെതിരെ ഒരു അക്ഷരം മിണ്ടാൻ പറ്റാതെ കൈകാലുകൾ കൂച്ചുവിലങ്ങിലായ ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത്. പിന്നെ കേന്ദ്രത്തിനെതിരെ എങ്ങനെ സമരം ചെയ്യാൻ സാധിക്കും? എന്തിനാണ് കേരളത്തിന്റെ എംപിമാരെ കുറിച്ച് പറയുന്നത്? കേന്ദ്രവിഹിതം മാത്രമല്ല, ഇത് കൃത്യമായിട്ടുള്ള ധനകാര്യ മാനേജ്മെന്റിനകത്ത് വന്ന പാളിച്ച മൂലമാണ് കേരളം ഇത്ര വലിയൊരു കടക്കണിയിലേക്കും അതുപോലെ തന്നെ വികസന മുരടിപ്പിലേക്കും പോയത്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ സാധനം വാങ്ങാനുള്ള കാശില്ല. കഴിഞ്ഞ ബഡ്ജറ്റില് വകയിരുത്തിയ കാര്യങ്ങൾക്ക് തന്നെ ട്രഷറിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. കാശ് കൊടുക്കാൻ സാധിക്കുന്നില്ല. ട്രഷറിയിൽ പൂച്ചവെറ്റ് കിടക്കുക. പിന്നെ എങ്ങനെ വികസന പ്രവർത്തനം നടത്താൻ പറ്റും? പിന്നെ എങ്ങനെ പ്രവാസികൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കാനാ? പറഞ്ഞ കാര്യങ്ങൾ ഒന്നും നടപ്പിലാക്കിയില്ല എന്ന് മാത്രമല്ല, വെറും വാചോടവും മാത്രമല്ലാതെ വേറെ ഒന്നും ഈ ബഡ്ജറ്റിലില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ റൌഫ്, അവിടുത്തെ നിയമങ്ങൾ മാറുന്നത്, സ്വദേശിവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പലർക്കും ജോലി നഷ്ടമാവുന്നു. മറ്റൊന്ന്, കോവിഡിന് ശേഷം ഒരുപാട് പേർ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നു. ഇവരെയൊക്കെ ബാധിക്കുന്നതാണ് ഈ പ്രവാസികളുടെ പുനരധിവാസ പുനഃസംയോജന ഏകോപന പദ്ധതി. 44 കോടി രൂപ. അത് കഴിഞ്ഞ തവണ 50 ഉണ്ടായിരുന്നതാണ് 6 കോടി കുറച്ച് ഇത്രയിലെത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളിൽ പോലും ബജറ്റ് വിഹിതത്തിൽ കുറവ് വരുന്നത് വലിയ തിരിച്ചടിയല്ലേ? ഇല്ലെങ്കിൽ അത് വലിയൊരു അവഗണനയുടെ ഉദാഹരണമായി പറയേണ്ട കാര്യമല്ലേ? തീർച്ചയായിട്ടും നമുക്കറിയാവുന്നതുപോലെ ഇപ്പോ നേരത്തെ കഴിഞ്ഞ വർഷം 50 കോടി രൂപ മാറ്റിവെച്ചത് ഇപ്പോ 44 കോടി രൂപ ആയി മാറിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാർ നേരത്തെ കൊണ്ടുവന്ന ഏറ്റവും നല്ലൊരു പദ്ധതിയായിട്ടാണ് ഞാൻ അതിനെ വിലയിരുത്തുന്നത്. കാരണം പ്രവാസി ഭദ്രത എന്നുള്ളൊരു പദ്ധതി പ്രകാരം ഉണ്ടായിരുന്നതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിരുന്നത് സാധാരണക്കാരായി തിരിച്ചുപോയ പ്രവാസികൾക്ക് 2 ലക്ഷം രൂപയുടെ ലോണ് കുടുംബശ്രീ വഴി അത് പലിശരഹിതമായിട്ടായിരുന്നു കൊടുത്തിരുന്നത്. അത് തുടങ്ങിയ 6 മാസത്തിനകം 6000-ലധികം ആളുകൾക്ക് അത് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. അതിന്റെ പിന്തുടർച്ച തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതുണ്ട്. കാരണം നമുക്കറിയാവുന്നതുപോലെ ഇപ്പൊ തന്നെ തിരിച്ചു പോകുന്ന പ്രവാസികളുടെ എണ്ണം കൂടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ചെറിയ ചെറിയ യൂണിറ്റുകൾ തുടങ്ങുന്നതിന് വേണ്ടിയൊക്കെയുള്ള പദ്ധതികളിൽ നിന്ന് ഗവൺമെന്റിന് പിന്മാറേണ്ടി വരുന്ന ഒരവസ്ഥ, അത് സാമ്പത്തിക പ്രയാസങ്ങൾ നേരത്തെ വായുധ നാട്ടിലൂടെ പറഞ്ഞതൊക്കെ കാര്യങ്ങളാണെങ്കിൽ പ്രവാസികളെ സംബന്ധിച്ച് കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ ഏതൊക്കെ കാര്യങ്ങളിൽ ഇത് ശരിക്കും പ്രവാസികളുടെ ഇടയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്. അവരുടെ പുനരധിവാസം എന്ന് പറയുന്നത് അവരുടെ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ്. ഈ സാന്ത്വന പദ്ധതി അത് പലതരത്തിൽ ഉപയോഗപ്പെടുത്തിയിരുന്നതാണ് പ്രവാസികളായിട്ടുള്ളവർക്ക്. അതിനെക്കുറിച്ച് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടെ, ഇപ്പോ ഈ ഇവിടെ 33 കോടി രൂപയിൽ തന്നെ നിലനിർത്തിയിരിക്കുക. ഈ സാന്ത്വന പദ്ധതി കഴിഞ്ഞ വർഷം 98% അത് വിനിയോഗിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഇതിന് ആൾട്ടർനേറ്റീവ് ആയിട്ടൊരു കാര്യം കൂടെ ഞാൻ പറയും. അതുകൂടെ നമ്മുടെ ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ അത് ശ്രദ്ധിക്കണമെന്ന് കൂടെ എനിക്ക് പറയാം. ഈ സാന്ത്വന പദ്ധതിക്ക് പുറമെ മുഖ്യമന്ത്രി ചെയർമാനായിട്ട് ചെയർമാൻ ഫണ്ട് വർക്ക് ചെയ്തു. ആ ചെയർമാൻ ഫണ്ടിലേക്ക് ബജറ്റ് വിഹിതമല്ല, പക്ഷേ നമ്മുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ 20% കാലങ്ങളായിട്ട് അതിലേക്ക് മാറ്റിവെച്ച് അതൊരു വലിയ ഫണ്ട് ഇപ്പോഴും കിടക്കുകയാണ്. അത് ആളുകളുടെ മരണപ്പെട്ടതിനും ചികിത്സാ സഹായത്തിനും വേണ്ടിയുള്ള ഒരു ഫണ്ടാണ്. ആ ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായി വിനിയോഗിക്കുന്ന രൂപത്തിലേക്ക് ഈ തികയാത്ത ഫണ്ടിലേക്ക് കൂടെ മെർജ് ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോഴുണ്ടായ ഈ 33 ക്രോസ് എന്ന് പറയുന്നത് അവിടെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നികത്താനുള്ള ഫണ്ട് സർക്കാരിന്റെ കയ്യിലുണ്ട്. ആ ഫണ്ട് കൂടെ നമുക്ക് പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഒരു വലിയ ഒരു മാറ്റം തന്നെ ഈ കാര്യത്തിൽ ഉണ്ടാകാൻ നമുക്ക് സാധിക്കുമെന്നതാണ്. അതുപോലെ ഞാൻ ഒരു നിർദ്ദേശം വെക്കുന്നത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 50 കോടി എന്നുള്ളത് 44 കോടി ആക്കി എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, സാധാരണ ആളുകൾക്ക് കിട്ടുന്നത് പോലുള്ള പല സബ്സിഡികളും പ്രവാസികൾക്കും ലഭ്യമാണ്. അതിന് ഏറ്റവും കൂടുതൽ പറഞ്ഞ എന്റർപ്രണർ സപ്പോർട്ടിംഗ് സ്കീം എന്ന് പറയുന്ന ഒരു സ്കീമിൽ സ്ത്രീകൾക്കും അതുപോലെ തന്നെ NRKകൾക്കുമായിട്ട് 2 വർഷം മുമ്പ്, അതായത് 40 ലക്ഷം രൂപയുടെ വരെ ധനസഹായം ലഭ്യമാകുന്ന, ധനസഹായം എന്ന് പറയുന്നത് ബാങ്ക് ലോണിന്റെ സബ്സിഡി അല്ല, ബാങ്ക് ലോണിന്റെ സബ്സിഡി അടക്കം, ബാങ്ക് ലോൺ ആണെങ്കിലും സ്വന്തം ക്യാഷ് എടുക്കുകയാണെങ്കിൽ നടപ്പാക്കുന്ന ഒരു പദ്ധതിയിൽ യഥാർത്ഥത്തിൽ പ്രവാസികളെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ വെക്കുന്ന നിർദ്ദേശങ്ങൾ ഇത് കുറവാണ് എന്നുള്ളതിന് അത് കൂട്ടണം എന്നുള്ള അഭിപ്രായത്തോടു കൂടെ നിൽക്കുമ്പോൾ തന്നെ ഈ മറ്റു മാർഗങ്ങൾ കൂടെ പ്രവാസികളുടെ കാര്യത്തിൽ ഒന്നുകൂടെ ശ്രദ്ധ കൊടുത്ത്, ഇപ്പൊ പിന്നോക്ക വിഭാഗ കോർപ്പറേഷന്റെ കീഴിൽ പ്രവാസികൾക്ക് വേണ്ടതുണ്ട്, ആ ഫണ്ടുകൾ വിനിയോഗിക്കപ്പെടാതെ കിടക്കുന്നതുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ധനകാര്യ കോർപ്പറേഷന്റെ കീഴിലുള്ള മറ്റു ചില പദ്ധതികളുണ്ട്, എല്ലാം നമുക്ക് ചെയ്യേണ്ടതുണ്ടെന്നും കൂടെ ഞാൻ പറയും. ശരി, ശ്രീ വാഹിദ്, ഇവിടെ ഇത്തരത്തിലുള്ള ക്ഷേമ പദ്ധതികളുടെ ഒക്കെ ബജറ്റ് വിഹിതത്തിൽ സർക്കാർ ഇത്രയധികം കുറവ് വരുത്തുന്നത് അത് വലിയ തിരിച്ചടിയല്ലേ?
ഇതിൽ ആദ്യം ഞാൻ അതിനു മുമ്പ് എന്റെ സുഹൃത്ത് പറഞ്ഞതിന് 1-2 വാചകങ്ങൾക്ക് മറുപടി പറയാതെ കഴിഞ്ഞ ബജറ്റുമായി അദ്ദേഹം പറഞ്ഞത് ഒന്ന് ചാർട്ടേഡ് വിമാനങ്ങളെ സംബന്ധിച്ചാണ്. ചാർട്ടേഡ് വിമാനത്തിന് നോർക്കയുടെ നേതൃത്വത്തിൽ കൃത്യമായ എല്ലാ പദ്ധതികളും തയ്യാറാക്കി, എല്ലാ വിമാന അവൈലബിലിറ്റി തയ്യാറാക്കിക്കൊണ്ട് ഒരു പദ്ധതി തയ്യാറാക്കി. പക്ഷെ കേന്ദ്ര സർക്കാർ, ഞാൻ അതാണ് പറയുന്നത്, നോക്കൂ, നമ്മൾ അടിസ്ഥാനപരമായ ഒരു വിഷയത്തെ ഇപ്പോഴും ഫേസ് ചെയ്യുന്നില്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു രാജ്യമാണ്, പ്രവാസികൾ എന്ന് പറയുന്നത് ഇന്ത്യക്കാരാണ്, കേരളീയർ എന്നുള്ളതല്ല, ഇന്ത്യക്കാരാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ പരിഗണിക്കുക എന്ന് പറയുന്ന രൂപത്തിലുള്ള ഒരു പരിഗണനയും കേന്ദ്ര സർക്കാർ നിലവിൽ ചെയ്യുന്നതേയില്ല. അതുകൊണ്ട് തന്നെ ഈ വിമാനക്കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുക എന്നുള്ള പണിയിലാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അത് പണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചെയ്തിട്ടുള്ള ഓപ്പൺ സ്കൈ പദ്ധതിയിലൂടെ പ്രവാസികളെ കൊള്ളയടിക്കാനുള്ള തുടക്കമിടുകയും, അതായത് കോൺഗ്രസ് ആണ് ഇന്ത്യയെ വിൽക്കാനുള്ള വഴി കാട്ടിക്കൊടുത്തത്. അത് ഏറ്റവും നല്ല നിലയിൽ RSS ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് എന്റെ സുഹൃത്തിന്റെ വാദം. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് വല്ലാതെ വേദനിക്കുകയാണ്, കേന്ദ്രത്തിന് കുറ്റം പറയുമ്പോൾ വേദനിക്കുകയാണ്. നിലവിലുള്ള എല്ലാ കോൺഗ്രസുകാരുടെയും അവസ്ഥ ഇതാണ്. ശ്രീ ജാബിർ, അങ്ങനെയുണ്ട്. ആ ഒരു വേദനയിൽ നിന്നാണ് അത് വന്നത്. ഇല്ലെങ്കിൽ പ്രവാസികൾ അറിയുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ച് പ്രവാസികൾ അറിയുന്നത് പലരും പലതാണ് അറിയുന്നതെന്നാണോ മനസ്സിലാക്കേണ്ടത്? അതല്ല, അത് പ്രേക്ഷകരെ വിലയിരുത്തട്ടെ. കാരണം വെച്ചാൽ കേന്ദ്രത്തെ കുറിച്ച് പറയുമ്പോൾ, BJP കുറിച്ച് പറയുമ്പോൾ ആർക്കാണ് പ്രയാസം എന്നുള്ളത് പ്രേക്ഷകരെ. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, ഇടയിൽ പോയാൽ ശരി, ശ്രീ ജാബിറിലേക്ക് വരാം. വാഹിദ് തുടർന്നോളൂ. ഇന്ത്യയെ വിൽക്കാൻ ശ്രമിച്ചതുകൊണ്ട് അതുപോലെ തന്നെ അദ്ദേഹം നേരത്തെ ചോദിച്ച മറ്റൊന്ന് കേന്ദ്രത്തിനെതിരെ. നോക്കൂ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്. ഈ മാസം 13-ാം തീയതി സുപ്രീം കോടതിയിൽ ഇന്ത്യയിൽ ഇത്രയധികം കോൺഗ്രസ് സർക്കാരുകളുണ്ട്, ഒന്ന് ധൈര്യമുണ്ടോ കാണിക്കാൻ? സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്, ഞങ്ങൾക്ക് അർഹതപ്പെട്ട് തരുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട്. 13-ാം തീയതി കോടതി എടുക്കാൻ പോവാ. എന്നിട്ട് അദ്ദേഹം പറയേണ്ട മറുപടി പറയേണ്ടത്, അദ്ദേഹത്തിന്റെ കേരളത്തിന്റെ തൊട്ടടുത്തുള്ള സംസ്ഥാനമായ കർണാടക 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു കേന്ദ്ര അവഗണന ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുമ്പോൾ, ആ സമരം അതെന്താ പറയുന്നതെന്നറിയോ? അവർക്ക് കിട്ടാനുള്ള 60,000 കോടി ഇതേപോലെ തന്നെ ഇതേ രീതിയിൽ GSTയുടെ കൂടി കോമ്പൻസേഷനായി കിട്ടാനുള്ള അടക്കമുള്ള. അങ്ങനെ വരുമ്പോൾ ആ തുകത്തിന് ആവശ്യത്തിനായിട്ട് കർണാടകത്തിലെ കോൺഗ്രസ്സുകാർ പോകുമ്പോൾ, കേരളത്തിലെ കോൺഗ്രസ്സുകാർ സുരേന്ദ്രന്റെ ഒപ്പം നിന്നുകൊണ്ട് കേരളത്തെ ഒന്നിച്ചു നിന്നുകൊണ്ട് കൊഞ്ഞനം കുത്തുകയാണ്. കേരളത്തിലെ സമരത്തെ കൊഞ്ഞനം കുത്തുകയാണ് കേരളത്തിനെതിരെ. അത് മാത്രമല്ല, ഈ 18 MP അദ്ദേഹത്തിന് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. MP പറഞ്ഞ് സത്യത്തിൽ ഒരു ഗുണം, കേരളത്തിൽ നിന്നുള്ള പോയ പാർലമെന്റ് അംഗങ്ങളല്ലേ, കേരളത്തിൽ സാധാരണ മനുഷ്യർ വോട്ട് ചെയ്തല്ലേ? നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ? ഒരു സംസ്ഥാനത്തെ ഇത്ര കണ്ട് ഞെക്കിക്കൊല്ലുമ്പോ നിങ്ങളുടെ അന്ധമായ രാഷ്ട്രീയ വിരോധം മാത്രം വെച്ചു കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങളെ ഭരണത്തിൽ വേണ്ട എന്ന് തീരുമാനിച്ചതിന് ഇങ്ങനെ ശിക്ഷിക്കണമെന്നുണ്ടോ? നിങ്ങളുടെ 2ാം തരണമെന്നല്ല, ഇനി കേരളത്തിൽ ഭരണത്തിന് വേണ്ട എന്നുള്ളത്. കാരണം നിങ്ങളുടെ കയ്യിൽ പത്രമായിരുന്നു എന്നുള്ള ഒരു അനുഭവത്തിൽ നിന്നറിയാം. ആ അടിസ്ഥാനത്തിൽ പറയാം. എന്നിട്ട് അദ്ദേഹം പറയാ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല, സിവിൽ സപ്ലൈ. ആരാ ഈ പറയുന്നത്? ആകെ 600 രൂപ ഉണ്ടായിരുന്നത്, അത് 18 മാസം കൊടുക്കാതിരുന്നവരാ. അത്തരത്തിൽ ചെയ്ത് കേരളത്തിലെ എല്ലാ മേഖലയിലും പുറകോട്ട് കൊണ്ടുപോയതിന്റെ പേരിൽ ഒരു 7 കൊല്ലം സർക്കാരിനെ ഭരിക്കാൻ അധികാരത്തിൽ കൊണ്ടുവന്നില്ല എന്നുള്ളത് കേരളത്തിന്റെ സവിശേഷ സമ്പത്താണ് പ്രവാസി എന്ന് പറയുന്ന കേരളത്തിൽ നിന്ന് പ്രവാസികൾ, ഞാൻ തുടക്കത്തിലെ പറഞ്ഞതുപോലെ ആ പ്രതീക്ഷ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള പദ്ധതികളിൽ കുറവ് വരുത്തുന്നതൊക്കെയല്ലേ തിരിച്ചടിയാവുക? കേന്ദ്ര വിഷയത്തിൽ ഇത്രയധികം ഇപ്പം നമുക്കറിയാം, അവിടെ പൊളിറ്റിക്സ് സംസാരിക്കുന്നത് ആരാണ്, ഇല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രവാസികളെ പോലെ അല്ല. കേരളത്തിൽ എന്ത് നടക്കുന്നു, എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയം, എന്താണ് ഇവിടുത്തെ കളികൾ എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണയും രാഷ്ട്രീയവും നിലപാടും ഉള്ള പ്രവാസികൾക്ക്, ഇല്ലെങ്കിൽ അത്തരത്തിൽ സഹായം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്ന പ്രവാസികൾക്ക് കേരളം കാണിച്ചത് അവഗണനയാണെന്ന് എന്തുകൊണ്ടാണ് തോന്നാത്തത്, താങ്കൾ ഉൾപ്പെടെ? ചോദ്യം കേട്ടില്ല കേട്ടോ. ആരോടായിരുന്നു? താങ്കളോട് തന്നെ, വാഹിദ്. താങ്കൾ ചോദിച്ചത് കേരളത്തിലെ പ്രവാസികളോട് സഹായം നൽകുന്നില്ല എന്നുള്ളതാണോ? നിങ്ങൾ ഓർക്കേണ്ടത്, കേരളത്തിൽ പ്രവാസികൾ എന്ന് പറയുന്ന ഒരു പ്രവാസികൾ എന്നുള്ള ഒരു വിഭാഗമുണ്ടെന്ന് ചിന്തിച്ച ഒരു വിഭാഗമാണ് ഇടതുപക്ഷം. കേരളത്തിൽ നോർക്ക ആരംഭിച്ചത് മുതൽ, പ്രവാസി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയത് മുതൽ 500 രൂപ ഉണ്ടായിരുന്ന
അതായത് കേരളത്തിൽ നോർക്ക് ആരംഭിക്കുന്നത് നായനാർ സർക്കാരാണ്. പിന്നീട് അത് പ്രവാസികാര്യ മന്ത്രാലയമായിട്ട് UDF സർക്കാർ അത് പറഞ്ഞു. അതിനുശേഷം പ്രവാസി ക്ഷേമനിധി നടപ്പിലാക്കി. പ്രവാസി ക്ഷേമനിധി നടപ്പിലാക്കി 500 രൂപയായിരുന്നു. പിന്നീട് വന്ന UDF സർക്കാർ അതിനെ ഞെക്കിക്കൊല്ലുകയായിരുന്നു. 1 രൂപ വർദ്ധിപ്പിച്ചില്ല. ഇപ്പൊ അത് 3500 രൂപയാണ് പ്രവാസി ക്ഷേമ പെൻഷൻ. അത്തരത്തിൽ പ്രവാസികളെ പരിഗണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാൾ നിങ്ങൾ ഓർക്കേണ്ടത് മൊത്തത്തിൽ നാടിൽ വലിയ ആപത്തായിട്ട് RSS നിൽക്കുമ്പോൾ അതാണ് ഒരു സർക്കാരിന് ഒരു പ്ലാൻ ബിയെ കുറിച്ച് ബജറ്റിൽ പറയേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ. സുപ്രീം കോടതിയിലേക്ക് ഒരു ഫെഡറൽ സംവിധാനത്തെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഫെഡറൽ സംവിധാനം തകർക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് ഒരു സംസ്ഥാനത്തിന് പോകേണ്ടി വരുന്ന അവസ്ഥ. ഇത്തരം ഒരു ഘട്ടത്തിലാണ് നമ്മൾ തീർച്ചയായിട്ടും 3-4 കോടിയുടെ വ്യത്യാസം. തീർച്ചയായിട്ടും എന്തായാലും പ്രവാസികൾക്ക് അർഹതപ്പെട്ടത് നൽകുക എന്നുള്ളത് ഈ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. 500 രൂപ ഉണ്ടായിരുന്ന പെൻഷൻ 3500 ആക്കിയെങ്കിൽ അത് കൂട്ടുകയും അതിനനുസരിച്ച് വരാം. ശ്രീ ജാബിർ, അങ്ങനെ ന്യായീകരിച്ചതുകൊണ്ട് പ്രവാസി ഇപ്പം വാഹിദ് പറഞ്ഞതിൽ ഈ പറയുന്ന പ്രവാസി പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടത് സർക്കാർ എന്ത് നിലപാടെടുത്തു, ഇല്ലെങ്കിൽ പ്രവാസികൾക്കൊപ്പം എത്രത്തോളം നിന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ താങ്കൾക്കും ബോധ്യമുണ്ടാകും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത് പറഞ്ഞുകൊണ്ട് ഇത്തവണ അവഗണിച്ചില്ല എന്ന് പറയാൻ സാധിക്കില്ലല്ലോ. അല്ല, ഈ ചർച്ച കൊണ്ട് കിട്ടിയ നേട്ടം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബഡ്ജറ്റിൽ പ്രവാസികളെ പൂർണ്ണമായിട്ട് അവഗണിച്ചു എന്നുള്ളത് പ്രിയപ്പെട്ട ഇടത് സഹയാത്രികൻ അല്ലെങ്കിൽ ഇടത് നേതാവ് ഇവിടെ സമ്മതിച്ചു കഴിഞ്ഞു. കാരണം അതിന് കാരണങ്ങൾ എന്തൊക്കെ ഉണ്ടെന്ന് മാത്രമേ അദ്ദേഹം ഇവിടെ പറയുന്നുള്ളൂ. പക്ഷെ അവഗണന ഉണ്ടായി, പ്രവാസിക്കൊന്നും കിട്ടിയില്ല എന്നുള്ളത് സമ്മതിച്ചതിന് ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തിനോട് നന്ദി പറയുക. പിന്നെ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഒരുപാട് കള്ളത്തരങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞു. 18 മാസം ഉമ്മൻചാണ്ടി ക്ഷേമ പെൻഷനുകൾ കൊടുത്തില്ല എന്ന് പറഞ്ഞത് നിയമസഭയിൽ തന്നെ അത് ശ്രീ VD സതീശനും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മറ്റ് MLA-മാരും ചോദ്യം ചെയ്യുകയും അതുപോലെ തന്നെ എഴുതി കൊടുത്ത മറുപടിയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 3 മാസത്തെ കുടിശ്ശികയാണ് ഉമ്മൻചാണ്ടി സർക്കാർ വരുത്തിയത് എന്നുള്ളത്. ഇവരിങ്ങനെ എല്ലായിടത്തും നടന്ന് പറയാണ് 18 മാസം ആട്ടിനെ പട്ടിയാക്കുന്ന ഈ ഒരു ഗീബൽസ്യൻ തന്ത്രം എല്ലാവരുടെ നേതാക്കന്മാരും എല്ലാ ചാനലുകൾക്ക് മുമ്പിലും അതുപോലെ തന്നെ മൈക്കിന് മുമ്പിലും വെച്ച് പറയുന്നത് കാര്യമാണ്. ഉമ്മൻചാണ്ടി 18 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാക്കി എന്നുള്ളത്. കൃത്യമായിട്ടും 3 മാസത്തെ നവംബർ മുതൽ നവംബർ ഡിസംബർ ജനുവരി 3 മാസത്തെ കുടിശ്ശികയാണ് എന്നുള്ള നിയമസഭയിലെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഈ സർക്കാർ തന്നെ കൊടുത്ത ഉത്തരമാണ്. പിന്നെ കേന്ദ്ര അവഗണനക്കെതിരെ സമരം ചെയ്യുന്നു എന്ന് പറയുന്നത് എനിക്കറിയില്ല ഇവർ ഏത് തരത്തിലുള്ള സമരമാണ് ചെയ്യുന്നത് എന്നുള്ളത്. കാരണം സമരം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. കർണാടക എങ്ങനെയാണോ ചെയ്യുന്നത്, തമിഴ്നാട് എങ്ങനെയാണോ കർണാടക കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ കേന്ദ്ര അവഗണന ഇല്ല എന്ന് കോൺഗ്രസ് ഒരിടത്തും പറഞ്ഞിട്ടില്ല. കർണാടകയിലായാലും തമിഴ്നാട്ടിലായാലും മറ്റു പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ മുക്കിക്കൊല്ലാൻ അതല്ലെങ്കിൽ അവരുടെ കേരളത്തിൽ നടക്കുന്നത്. അതേ കർണാടകയോട് എന്ത് കേന്ദ്രം ചെയ്യുന്നു അത് തന്നെ കേരളത്തോടും ചെയ്യുന്നു. പക്ഷേ ആ ഒരൊറ്റ ഒരു കാരണം പറഞ്ഞ് ഇവിടെയുള്ള എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും കർണാടക സർക്കാർ നിർത്തിവെച്ചിട്ടില്ല, തമിഴ്നാട് സർക്കാർ നിർത്തിവെച്ചിട്ടില്ല. അവരവരുടേതായിട്ടുള്ള വിഭവ സമാഹരണം നടത്തി ആ രാജ്യത്തെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അധിക വിഭവ സമാഹരണത്തിന് അതല്ലെങ്കിൽ നികുതി കൃത്യമായിട്ട് പിരിക്കാനുള്ള ഒരു വഴിയും കണ്ടെത്താത്ത ഒരു കർണാടക ഇന്ത്യയിൽ തന്നെ ഏറ്റവും വരുമാനമുള്ള ഒരു സ്റ്റേറ്റ് ആണ്. കേരളം അങ്ങനെയാണോ? ഇരുട്ടിൽ തപ്പുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരള സർക്കാർ. കാരണം ഒരു തരത്തിലുള്ള ധനകാര്യ മാനേജ്മെന്റും അറിയാത്ത ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ഒരു വകുപ്പും കേരളത്തിലുള്ളിടത്തോളം കാലം. കാരണം ഇപ്പൊ നമ്മൾ അടുത്ത ദിവസം പിന്നെ അറിഞ്ഞതാണ്, അതായത് ഗോൾഡ് സ്വർണ്ണ വ്യാപാരികളിൽ നിന്നും മാത്രം എത്ര കോടിക്കണക്കിന് രൂപയുടെ നികുതിയാണ് പിരിക്കാൻ ബാക്കിയുള്ളതെന്ന് പറയട്ടെ എന്റെ ഇടത് സഹയാത്രികൻ. അതുപോലെ ഓരോ മേഖലകളിലും അതായത് പാർട്ടിക്ക് കൃത്യമായിട്ട് ഫണ്ട് കിട്ടുന്ന മേഖലകളിൽ ആ ഫണ്ട് മതി, കേരളത്തിന് നികുതി വേണ്ട എന്നുള്ള പുതിയ മുദ്രാവാക്യമാണ് ഇടത് സർക്കാരിൻ്റെത്. കേരളത്തിന്റെ എല്ലാ വാതിലുകളും കുത്തകൾക്ക് വേണ്ടി തുറന്നു വെച്ചു കൊടുത്തിരിക്കുന്നു. എന്നിട്ടാണ് പറയുന്നത് ഒരു ഓൾട്ടർനേറ്റീവ് ഈ മെത്തേഡിലേക്ക് ഞങ്ങൾ പോവാണെന്നുള്ളത്. പുഷ്പനെയൊക്കെ ഓർത്തുകൊണ്ടിരുന്ന് എല്ലാ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളും കൃത്യമായിട്ട് പുഷ്പനെ അറിയാമോ എന്ന് രാവിലെ മുതലേ ചോദിച്ചു തുടങ്ങുക സ്വാശ്രയ കോളേജുകളെ കുറിച്ച്. അതുപോലെ തന്നെ പിന്നെ വിദേശ കുത്തകളെ കുറിച്ച് അതായത് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചൊക്കെ ഇവരൊക്കെ വലിയ രീതിയിൽ സംസാരിക്കുന്നവരാ, കേന്ദ്രത്തിൽ മോഡിയെ എതിർക്കുന്നവരാ. പക്ഷെ ഇപ്പോൾ അവസാനം അവിടെ ചെന്ന് എത്തി നിൽക്കുന്നു ഇടതുപക്ഷ ഗവൺമെന്റും അതല്ലെങ്കിൽ ഇടതുപക്ഷം എന്നുള്ളതാണ് ഇന്നത്തെ കേരളത്തിന്റെ ഏറ്റവും വലിയ ദുസ്ഥിതി.
ശരി ശ്രീ റൌഫ്, ഇത്തരത്തിൽ ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഓരോ ആവശ്യങ്ങളും ഇപ്പം വിമാന കമ്പനികളുടെ കൊള്ള, അതിനപ്പുറത്തേക്കുള്ള എല്ലാ വോട്ടിന്റെ വിഷയമാണെങ്കിൽ പോലും എല്ലാ പ്രവാസികളുടെ വിഷയങ്ങളിലും ഒരുമിച്ച് നിന്ന് ആവശ്യങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് ഇപ്പൊ പ്രവാസി സംഘടനകളെല്ലാം അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ പോലും ഒരുമിച്ച് നിൽക്കേണ്ടവരല്ലേ? എന്തുകൊണ്ട് ഇതിപ്പം തീർത്തും രാഷ്ട്രീയമായും അല്ലാതെയും സാധാരണ പ്രവാസിയുടെ ശബ്ദമായി മാറാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും നമ്മളിപ്പോ ഇത്തരം ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത്, ഇപ്പോ നമ്മളെല്ലാവരും നമുക്ക് വേണ്ട കാര്യങ്ങളെ ഇപ്പൊ ഈ ബജറ്റ് അവതരിപ്പിച്ചു എന്നുള്ളത്, ഈ ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം അതിനുള്ള ചർച്ചകൾ നടത്തും. ആ ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ കൂടെ ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കുണ്ടായിട്ടുള്ള പ്രയാസങ്ങളോ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ആവശ്യമുള്ളതോ ആ കാര്യങ്ങൾ നമ്മുടെ നിയമസഭാ സാമാജികരെ കൊണ്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എല്ലാ പാർട്ടിയിലുള്ള ആളുകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം. ഒരൊറ്റ കാര്യം കൂടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അപ്പൊ നമ്മുടെ കേരളത്തിന്റെ ധനസ്ഥിതി വളരെ മോശമാകുന്നു എന്ന് പറയുന്നതിന്റെ ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഇന്ന് വരെ പ്രവാസികളുടെ പണം കൃത്യമായി അതെങ്ങനെ വിനിയോഗിക്കണമെന്ന് മാറി മാറി വരുന്ന ഒരു സർക്കാരുകൾക്കും അതിനൊരു പദ്ധതിയില്ലായിരുന്നു എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സത്യത്തിൽ പ്രവാസികളുടെ പണം കൊണ്ട് ഒരു ആലങ്കാരികമായിട്ട് പറയുകയാണെങ്കിൽ സ്വർണ്ണ ബെഞ്ചിൽ ഇരുന്ന് പിച്ചതുണ്ടെന്ന ഒരു രൂപത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രവാസികളുടെ പണം കൊണ്ട് 2% കൂടുതൽ പോലും ഉൽപാദനപരമായ രൂപത്തിലേക്ക് ഇതിനെ മാറ്റാൻ ഈ നാളിതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് കൂടെ സർക്കാരുകളും നമ്മളും അത് പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചർച്ചയുടെ സമയം അവസാനിക്കുകയാണ്. വളരെ നന്ദി ശ്രീ വാഹിദ് നാട്ടിക, ശ്രീ മുഹമ്മദ് ജാബിർ, ശ്രീ റൌഫ് കൊണ്ടോട്ടി ചർച്ചയിൽ പങ്കെടുത്തതിന്. പ്രവാസി ശബ്ദം പൂർണ്ണമാവുന്നു. നമസ്കാരം. ബീഹാറിന് 70 രൂപ കിട്ടുന്നുണ്ട്. ഇങ്ങനെ സ്റ്റേറ്റുകളുടെ കണക്കുണ്ട്.